പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ 2001 മുതൽ തുടർച്ചയായി കഴിഞ്ഞ 24 കൊല്ലത്തോളമായി കെ.ബി. ഗണേഷ് കുമാറാണ് അവിടുത്തെ നിയമസഭാ സാമാജികൻ. എന്നാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ചതിച്ച വ്യക്തി. പ്രത്യേകിച്ചും സരിത കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ നിയമസഭയിൽ അദ്ദേഹത്തിന് എതിരെ നടത്തിയ വാക്പോര് ചെറിയ ഓളമൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 12,000-ൽ താഴെയായി കുറയ്ക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. വർഷങ്ങളായി, അതായത് 2 ദശാബ്ദത്തിലേറെയായി മുടിചൂടാ മന്നനായി നിൽക്കുന്ന കെ.ബി. ഗണേഷ് കുമാറിന് പരാജയഭീതി ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പത്തനാപുരം UDF-ലേക്ക് ചായും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കൃത്യമായിട്ടുള്ള ഒരു ലീഡ് കോൺഗ്രസിന് പത്തനാപുരത്ത് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, മാവേലിക്കര സെഗ്മെൻറ്റ്, ലോക്സഭാ സെഗ്മെൻറ്റിൻ്റെ ഭാഗമാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലം രൂപീകൃതമായത് മുതലുള്ള അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിച്ചാൽ UDF-ന് വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെ നിന്നും ബാലകൃഷ്ണപിള്ളയും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപ്രഭാവം ഒരു പരിധിവരെ ആ മണ്ഡലത്തിൽ ഇരു മുന്നണികളെയും മാറി ജയിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ.ബി. ഗണേഷ് കുമാർ ഇടത് കോട്ടയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. പിന്നീട് അത് 2021 വിജയം ആവർത്തിച്ചു എന്നുള്ളതാണ്. 2016 ജഗദീഷിന്, സിനിമാ താരം ജഗദീഷിനെയാണ് 24,000-ഓളം വോട്ടുകൾക്ക് ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയതെങ്കിൽ പിന്നീട് ജ്യോതികുമാർ ചാമക്കാരെ പരാജയപ്പെടുത്തുമ്പോൾ നേരത്തെ ലഭിച്ച ഭൂരിപക്ഷം പകുതിയായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള അവകാശവാദവും തള്ളുമാണ് ഗണേഷ് കുമാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകുന്നു, താൻ ഏറെ ജനപ്രിയനാണ് എന്ന് പറയുമ്പോഴും പല രീതിയിലുള്ള ന്യൂനതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് പത്തനാപുരവും കൊട്ടാരക്കരയും. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. 42,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഐഷ പോറ്റിക്ക് പകരം KN ബാലഗോപാൽ മത്സരിച്ചപ്പോൾ ആ ഭൂരിപക്ഷം 4-1 ഇടിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് പത്തനാപുരത്തും കൊട്ടാരക്കരയും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർ വർക്ക് ചെയ്യുന്നത്. തിരിച്ചു പിടിക്കാൻ കഴിയും എന്നൊരു കൃത്യമായ നിരീക്ഷണ ബോധം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉടലെടുത്തു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ 2 നിയോജക മണ്ഡലവും വളരെ പ്രാധാന്യമേറിയൊരു കാര്യമാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആകെ കേരള കോൺഗ്രസ് ബിക്ക് ആധിപത്യമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്ന പത്തനാപുരവും ഈ പറയുന്ന കൊട്ടാരക്കരയുമാണ്. ഇവിടങ്ങളിലായി കിടക്കുന്ന ചില വാർഡുകൾ, ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ CPIM-ൽ നിന്നും ചോദിച്ചു മേടിക്കുന്നത് തന്നെ. അവിടെയൊക്കെ അതിപ്രസരം അവസാനിപ്പിക്കാൻ UDF തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല.